ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സാമ്പാർ ചീര കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ചീരക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പിടി സാമ്പാർ ചീര വരച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ചീര ഒരുപാട് പേര് കറി വയ്ക്കൊന്നുമില്ല, അതൊരു കാട്ടുചെടി എന്ന പോലെ അത് പറിച്ച് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ സാമ്പാർ ചീര. തീർച്ചയായിട്ടും അത് നമുക്ക് തോരൻ വെച്ച് കഴിക്കാം, അതുപോലെ തന്നെ കറി വെച്ചിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ മണ്ണൊക്കെ ഉള്ളത് കാരണം നന്നായിട്ട് തന്നെ വാഷ് ചെയ്യുക. പിന്നെ അതിൽ പൂവും കായൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ നമുക്ക് നുള്ളിയെടുത്ത് കളയാം. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് കറി വയ്ക്കുന്നത് നോക്കാം. ഞാനൊരു 1/2 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്, സാമ്പാർ പരിപ്പ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഇത് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് തേങ്ങയാണ് ചിരവി എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു 5 ചെറിയ ഉള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണോളം ജീരകം. ഇനി ഞാൻ എടുത്തിട്ടുള്ള ഒരു 3 കാന്താരി മുളകാണ്. അപ്പോൾ എരിവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ കറി വെക്കാനുള്ള പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നന്നായി കഴുകി നമ്മുടെ പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ഞാനൊരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി. എരിവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ജാറൊന്ന് നന്നായി കഴുകി ആദ്യത്തെ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കറി എത്ര വേണമെങ്കിൽ അതിനനുസരിച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിൻ്റെ തണ്ട് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇല അരിഞ്ഞു വെച്ചത്, ചീരയില അരിഞ്ഞു വെച്ചത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് കൂടുതൽ സമയം വേവിച്ചെടുക്കണ്ട, ഒരു 2 മിനിറ്റ് മാത്രം നമുക്ക് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചീരക്കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനി ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് താളിച്ച് ചേർക്കാം. ഒരു പാനിൽ 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിൽ 1/2 ടീസ്പൂണ് കടുകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ചീര കൊണ്ടുണ്ടാക്കിയ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.